അൽഹംദുലില്ലാഹ്. അവാർഡ് സ്വീകരിക്കാനെത്തിയ വിദ്യാർത്ഥിനികളും അവരുടെ രക്ഷിതാക്കന്മാരും അത്യധികം സന്തോഷിക്കുന്ന നിമിഷമാണ് നാം പങ്കുവെക്കുന്നത്. നിങ്ങൾ മാത്രമല്ല, ഇവരെ ഈ ഉന്നതിയിലേക്ക് എത്തിച്ച അധ്യാപകരും നിങ്ങളെ സെലക്ട് ചെയ്ത വിദ്യാഭ്യാസ ബോർഡും അത്യധികം സന്തോഷത്തിലാണ്. ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികളിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ടവരാണ് 60ഓളം വരുന്ന മുമ്പിലിരിക്കുന്ന പ്രതിഭകൾ. അള്ളാഹു അവർക്ക് ഇനിയും അത്യധികം ദൂരങ്ങളിലേക്ക് എത്താനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആദ്യമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിലെ പ്രഖ്യാപനമാണ് നിങ്ങൾ അറിയിച്ചത്. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്. വിശ്വാസവും അതോടൊപ്പം വിദ്യാഭ്യാസവും കൂടി ഉണ്ടെങ്കിൽ അല്ലാഹു തആല സ്ഥാനങ്ങൾ ധാരാളം ഏറ്റിക്കൊടുക്കും. ഒരു മനുഷ്യൻ്റെ ഉയർച്ച ഇസ്ലാമിക വീക്ഷണത്തിൽ പറയുമ്പോൾ പ്രഥമമായി ഈമാൻ ഉണ്ടായിരിക്കണം. ഈമാനില്ലാത്തതായിരിക്കുന്ന ഉയർച്ചയ്ക്ക് പ്രാധാന്യമില്ല. അത് കേവലം നൈമിഷികമാണ്, ഭൗതികതയിൽ മാത്രം അധിഷ്ഠിതമാണ്. ഉയരങ്ങളിലെത്തും, പക്ഷേ അത് അസ്തമിക്കുകയും ചെയ്യും 60ഓ 70ഓ കൊല്ലങ്ങൾക്കുള്ളിൽ. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉയർച്ച അവസാനിക്കുന്നില്ല. ഈ നേടിയതായിരിക്കുന്ന നേട്ടങ്ങൾ സ്വർഗം വരെ നീണ്ടു നിൽക്കുന്നതാണ്. സ്വർഗം അനശ്വരമാണ്. അതുകൊണ്ട് തന്നെ യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് വിശ്വാസമുള്ളവരും വല്ലദീന ഊത്തുൽ ഇൽമ, വിജ്ഞാനം കരസ്ഥമാക്കിയവരും അവർക്ക് അല്ലാഹു തആല ദറജകൾ ഏറ്റിക്കൊടുക്കും. ദുനിയാവിലും ദറജയാണ്, പരലോകത്തിലെത്തുമ്പോഴും സ്ഥാനങ്ങളുടെ നിരന്ന നിലയാണുള്ളത്. ഒന്നിൽ അവസാനിക്കുന്നില്ല, പലതിലേക്കും അത് ഉയർന്നുകൊണ്ടേയിരിക്കും. അള്ളാഹു അവാർഡ് ജേതാക്കളായ നമ്മുടെ മക്കളെ അത്യധികം ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുമാറാകട്ടെ. നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൻ വഅജല്ലുഹുന്ന നജാബത്തുൽ ഔലാദ്. ഒരു മഹാനായ കവി ഉണർത്തിയതാണ്. അള്ളാഹു മനുഷ്യനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിരവധിയുണ്ട്. ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണാനുള്ളതായിരിക്കുന്ന കണ്ണ്, അത് ഗ്രഹിച്ച് അത് തുറന്നു പറയാനുള്ളതായിരിക്കുന്ന നാവ്, നിങ്ങളെ തിരിച്ചറിയാനുള്ളതായിരിക്കുന്ന മുഖം, അലൻ നജഅൽ ലഹു ഐനൈനി വലിസാനം വശഫതൈനി വഹദൈനാഹുൻ നജ്ദൈൻ. അല്ലാഹു തആല എടുത്തു ചോദിക്കുന്നു, അനുഗ്രഹങ്ങൾ എണ്ണുമ്പോൾ നിങ്ങൾക്ക് കണ്ണില്ലേ പ്രപഞ്ചം നോക്കിക്കാണാൻ? ഗ്രഹിച്ചത് തുറന്നു പറയാൻ നാവ് തന്നിട്ടില്ലേ? നിങ്ങളുടെ തിരിച്ചറിവിന് വേണ്ടി ഐഡൻറ്റിറ്റി മനസ്സിലാക്കാൻ ഉതകുന്ന ചുണ്ട് നിങ്ങൾക്കില്ലേ? അതോടുകൂടെ തന്നെ നല്ലതും അല്ലാത്തതും തിരിച്ചറിയാനുള്ള വിവേകം നിങ്ങൾക്കില്ലേ? ഇതൊക്കെ നിയമത്താണ്. പക്ഷെ ആ നിയമത്തിൽ വെച്ച് ഏറ്റവും വലുത്, ഇതൊക്കെ ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്നതാണെങ്കിൽ നിശ്ചലമാകാത്ത, ഒരിക്കലും അവസാനിക്കാത്ത ഒരു നിയമത്താണ് നമ്മുടെ മക്കൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് ഉണർത്തി. ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത അമലുഹു, മനുഷ്യൻ മരിക്കുമ്പോൾ എല്ലാം തീരും, പക്ഷേ 3 അവശേഷിക്കും. ഒന്ന് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മകൻ അല്ലെങ്കിൽ മകളാണ്. ഈ അവാർഡ് ജേതാക്കൾ, അവരിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത് മാതാപിതാക്കളെ അനുസരിക്കും. ഗുരുവര്യന്മാരെ അനുസരിച്ചത് കൊണ്ടാണ് ഈ നേട്ടങ്ങൾ കൈവയ്ക്കാൻ കഴിഞ്ഞതെങ്കിൽ അവരുടെ ജീവിതം മുഴുവൻ മാതാപിതാക്കളെ അനുസരിക്കുന്ന രൂപത്തിലായിരിക്കും. അവരൊരിക്കലും നിങ്ങളെ അവഗണിക്കുകയില്ല, പുറങ്കാലുകൊണ്ട് തട്ടുകയില്ല, വൃദ്ധസദനങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയില്ല. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, അവർ മാതാപിതാക്കളെ അനുസരിക്കണം എന്ന നിർദ്ദേശം പാലിക്കുന്നവരായിരിക്കും. ഇൻഷാ അല്ലാഹ് ഇത് അനശ്വരമാണ്, അവസാനിക്കാത്തതാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയതായിരിക്കുന്ന അനുഗ്രഹമാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. ഇത് ചില്ലറയല്ല. ലക്ഷക്കണക്കായതായിരിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നാണ് നിങ്ങളുടെ മക്കൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 1, 2, 3 സെലക്ഷൻ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് സ്വർണ്ണ മെഡൽ ജേതാക്കളാകുന്നത്. അത് കേവലം പൊന്നാണ എന്ന് പറഞ്ഞ് തോർത്തുമുണ്ട് കഴുത്തിലിടുന്നതല്ല പരിപാടി. ഈ നൽകപ്പെടുന്നതായിരിക്കും സ്വർണം ഒറിജിനൽ സ്വർണ്ണ.
നേടിയതായിരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അവരുടെ അവാർഡിൻ്റെ കൂടെ സ്വർണ്ണമുണ്ട്. ഒറിജിനൽ സ്വർണ്ണമാണത്. അൽഹംദുലില്ലാ. ഈ സ്വർണ്ണത്തിളക്കം എന്നെന്നും ജീവിതത്തിൽ ഉണ്ടാകണം. അത് അവരുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും തിളക്കമുള്ളതായിരിക്കണം. മാതാപിതാക്കൾക്കും സമൂഹത്തിനും അഭിമാനമായിരിക്കണം. ഒരിക്കലും അപമാനകരമായതായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് കൂപ്പുകുത്താൻ പാടില്ല. നമ്മുടെ സമൂഹം കുന്തും ഖൈറ ഉമ്മത്തിൽ ഉഖ്രിജത്തിൽ ലിന്നാസ്, ഏറ്റവും ഗുണം ചെയ്യുന്ന വിഭാഗമാണ് മുസ്ലിം സമൂഹം. അതായിരുന്നു നാം നേരത്തെ പറഞ്ഞത്. കേരളത്തിൽ നടത്തിയതായിരിക്കുന്ന കേരളയാത്രയാണെങ്കിലും ഭാരതത്തിലും ലോകത്തിലും അത് മാതൃകയായിരുന്നു. മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം മഹാനായതായിരിക്കുന്ന സുൽത്താനുൽ ഉലമ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ, കേരളത്തിൻ്റെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് പുറപ്പെട്ടപ്പോൾ വിമർശകരായിരിക്കുന്ന പലരും കൂടെ കൂടാൻ വേണ്ടിയിട്ട് തിക്കും തിരക്കും കൂട്ടുന്ന കാഴ്ച കണ്ടു. എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നറിയാതെ ചിന്തകന്മാർ വ്യാകുലപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടു. മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്നത് എങ്ങനെ ഫില്ല് ചെയ്യണം? മനുഷ്യർക്കൊപ്പം നിങ്ങൾ നിൽക്കൂ എന്നാണോ പറയേണ്ടത്? അതോ മനുഷ്യർക്കൊപ്പം നിന്നില്ല എങ്കിൽ പ്രത്യാഘാതം നേരിടും എന്നാണോ വ്യാഖ്യാനിക്കേണ്ടത്? അതോ മുസ്ലിം സമൂഹം മനുഷ്യർക്കൊപ്പമാണ്, നിങ്ങളും അത് പങ്കുവെക്കണം എന്നാണോ വ്യാഖ്യാനിക്കുന്നത്? പലരും പല വിധത്തിൽ വ്യാഖ്യാനിച്ചു. അൽഹംദുലില്ലാ, ഈ നേട്ടങ്ങളൊക്കെ നമ്മുടെ കൂട്ടായ്മയുടെ നേട്ടമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ നേട്ടമാണ്. അതുകൊണ്ട് ആ ആശയത്തിൻ്റെ പ്രബോധകരും പ്രചാരകരുമായി നാം മാറണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.